കാലം മാറുമ്പോൾ കരുതലോടെ മുന്നേറുമ്പോൾ കാലങ്ങളോളം പത്തരമാറ്റ് തിളക്കത്തോടെ ജനഹൃദയങ്ങളിലെ മായാത്ത സൗന്ദര്യം. ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടത്തുക. ജനകീയ പങ്കാളിത്തത്തോടെ അശാസ്ത്രീയ മാലിന്യ പരിപാലനം, പകർച്ചവ്യാധി വ്യാപനം, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവ തടയുന്നതിനു കൂടി വേണ്ടിയാണ് ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് സംഘാടക സമിതി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് യോഗം ചേർന്നത്. യോഗം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി ക്ലാസ് എടുത്തു. ഇല്ല, അതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഇന്ന മരുന്ന് കഴിച്ചാൽ ഈ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ആൾക്ക് ആ അസുഖം വന്നു പോകുന്നത് വരെ ആളുടെ ശരീരത്തിന്റെ ആ ക്ഷമത നിലനിർത്തുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെസ്റ്റുകൾ ചെയ്യുക, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, മറ്റുള്ള ഇതെല്ലാം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി ആളുടെ രോഗം ഗുരുതരമാകുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യുക. ഗുരുതരമാകുന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള അതിനുള്ള പ്രോട്ടോകോൾ. അതേസമയം എലിപ്പനിക്ക് അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഡോക്സിസൈക്ലിൻ പ്രൊഫിലാക്സിസ് ഗുളിക കഴിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന് വ്യക്തമായിട്ടുള്ള ചികിത്സയുണ്ട്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്കിത് മനസ്സിലാവുകയാണെങ്കിൽ ഡോക്സിസൈക്ലിൻ ഗുളിക തന്നെയാണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡോക്സിസൈക്ലിൻ ഗുളിക ഏത് സമയത്തും വേണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ എല്ലാ ആശുപത്രികളിലും ആ ഗുളിക സ്റ്റോക്ക് ഉണ്ട് താനും. അപ്പോൾ അതെല്ലാം അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെ മോഹൻദാസ്, ടി കെ ഷുക്കൂർ, ഹനീഫ, പരമേശ്വരൻ, PTA പ്രസിഡന്റ് വിനു മാസ്റ്റർ, വ്യാപാരി പ്രതിനിധി കുഞ്ഞാപ്പു ഹാജി, JCI പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ, KBC ചെയർമാൻ KT ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV വത്സല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുലേഖ, KC ഗോപാലകൃഷ്ണൻ, AP രാംദാസ് മാസ്റ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. യോഗത്തിൽ ജനജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു.